முன்னாடி இருக்கு இல்லையா? காட்டுப்போத்துண்டோன்னு ചോദിച്ചേ. காட்டுப்போத்து இருக்கு இல்லையா? முன்னாடி இருக்கு இல்லையா? இருக்கு இல்லையா? ஓகே அண்ணே. അവിടെ എന്തോ ആഴം ഉണ്ടെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നല്ല ഒഴുക്കായിരിക്കും അല്ലേ? ഇപ്രാവശ്യം നാട്ടിൽ ഹോളിഡേക്ക് പോയി കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് ഓർത്ത് ഞാനും ജോഷുവായും സെബിനും സാബുമാഷൂടെ ഒരു ട്രിപ്പ് പോവുക. ഞങ്ങൾ വേണ്ട വെളുപ്പിനെ 4 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ പെരുമ്പാവൂരൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ നമ്മുടെ ആതിരപ്പള്ളി ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുക. അവിടുന്ന് വാഴച്ചാൽ, വാൽപ്പാറ, മലക്കപ്പാറ, വാൽപ്പാറ, അവിടുന്ന് മൂന്നാർ വഴി തിരിച്ച് വീട്ടിൽ പോകുന്നുള്ളതാണ് പ്ലാൻ. പോകുന്ന വഴിക്ക് വേണ്ട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ട നിൽക്കുന്നത് നമ്മുടെ ഒരു ആദ്യത്തെ സൈറ്റിങ് വേണ്ട ഒരു പുള്ളിയാണ്ട് ഓടിപ്പോകുന്നു കേട്ടോ. കേഴമാൻ. ഇവന്മാർ കുറേ എണ്ണം ഇതിന് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും അവന്മാർ സ്ഥലം വിട്ടുപോയി. അപ്പം എന്താണ്ട് ഇത് ആതിരപ്പള്ളിക്ക് മുമ്പുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ചെക്ക് പോസ്റ്റിലോട്ട് ഞങ്ങൾ ചെല്ലുന്നേ ഉള്ളൂ. അപ്പം 6 മണിയാണ്ടാകുമ്പം ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അപ്പോൾ ആ സമയത്തോട് കൂടി അവിടെ ചെല്ലാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ ഇതാ ചെക്ക് പോസ്റ്റിനെല്ലാം മുമ്പ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോളിനൊക്കെ മുമ്പുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോളിന് തൊട്ട് മുമ്പുള്ള ഒരു ചെക്ക് പോസ്റ്റ് കേട്ടോ, ഫോറസ്റ്റിൻ്റെ. ഇവിടുന്ന് നമ്മളെ കടത്തി വിടുന്നില്ല. 5:50 ഇവിടുത്തെ ഗേറ്റ് തുറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചാലക്കുടിക്കുള്ളൊരു KSRTC അവിടുന്ന് പോരുന്നുണ്ട്. 5:50 നേണ്ട ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് തുറന്നു. ഞങ്ങൾ രണ്ടാമത്തെ വണ്ടിയായിട്ട് നേരെ അകത്ത് കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ വാഴച്ചാൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ അടുത്ത ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് വേണം അത് കയറിപ്പോവാൻ. ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒത്തിരി മൃഗങ്ങളെയൊന്നും കണ്ടില്ല കേട്ടോ ഈ ഭാഗത്ത്. പക്ഷേ നല്ല വെളുപ്പിനെയായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. നല്ല അടിപൊളി വെള്ളച്ചാട്ടവും നോക്കി. അതിനപ്പുറത്തൂടെ ഒരു വലിയ ബ്രിഡ്ജെല്ലാം പണിത് വരുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ എന്ന് പണി തീർത്തിട്ട് നമുക്ക് അതിലേക്കൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും സംഭവം പണിയൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ പയ്യെ അവിടെ സ്ലോ ചെയ്ത് ഇതൊക്കെ കണ്ടങ്ങോട്ട് പോവുകയാണ്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, നല്ലപോലെ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളച്ചാട്ടമുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്. ഇതാണ്ട് ഇത് നമ്മുടെ വാഴച്ചാലിലെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്ത്, വണ്ടി നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നമ്മൾ അവിടുന്ന് പെർമിഷൻ മേടിച്ച് അവർ നമുക്കൊരു റെസീറ്റ് തരും. അതൊക്കെ ആയിട്ട് വേണം പോകാൻ. ചെറിയ അപ്പോൾ അതാണ്ട് ആദ്യത്തെ വണ്ടിക്കാരവരാണ്, രണ്ടാമത് നിൽക്കുന്നത് ഞങ്ങളാണ്. അപ്പം ഞങ്ങൾ വണ്ടികൾ ക്യൂ ആയി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ രാവിലെ ഏതാണ്ട് നമ്മുടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വന്നാൽ ഈ വാൽപ്പാറയ്ക്ക് പോവുക. 6 മണി ആയതേ ഉള്ളൂ രാവിലെ. നമ്മൾ ഇവിടെ ചെക്കിങ് ചെയ്തു. വണ്ടികളെല്ലാം ക്യൂ നിൽക്കുന്നുണ്ടോ. ആദ്യത്തെ വണ്ടി പോവുക. ഇന്നത്തെ ആദ്യത്തെ വണ്ടിയാണ് പോകുന്ന സ്വിഫ്റ്റ്. അപ്പോൾ ആ വണ്ടി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തത് നമ്മളാണ്. നമ്മളെ മാസൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളും പോവാണ്. പയ്യെ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. നേരം വെളുത്ത് വരുന്നതിനനുസരിച്ച് തടിയൊക്കെ കയറ്റിയ ലോറികളും കുറേ 2-3 ലോറി എല്ലാം പുറകെ കിടപ്പുണ്ട്. അതുപോലെ യാത്രക്കാർ കുറച്ച് പേരുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ 3 ലോറിയായി. ഇനിയിപ്പോൾ അതിൻ്റെ ആ വണ്ടിയും പോവുക. ഞങ്ങളും വണ്ടി എടുത്തേക്കാമെന്ന് വെച്ചാൽ, കാരണം ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് ചവിട്ടി വിട്ട് പോകുന്നതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്ത് അങ്ങ് പോവുക. ഇത് നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലോട്ടുള്ള എൻട്രി പോയിൻ്റ് കേട്ടോ. ഇവിടെ ഇതിനടുത്ത് തന്നെയാണ് ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ചെക്ക് പോസ്റ്റിലെ ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട കാടിനുള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു സൂപ്പർ പാലവും ഒരു പുഴയുണ്ട്. നമ്മുടെ അതിരപ്പള്ളിലോട്ടൊക്കെ വെള്ളം വരുന്ന പുഴയാന്ന് തോന്നുന്നു. നല്ല രസമുള്ള കാഴ്ചകളാണ്. വേണ്ട കാടിനകത്തോട്ട് കയറുക. ഇവിടെ രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ സഞ്ചാരികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുകയുള്ളൂ. ചെറിയ റോഡാണ്. 2 വണ്ടി വന്നു കഴിഞ്ഞാൽ കഷ്ടിച്ച് കടന്നു പോകാനുള്ള ഇടയേ ഉള്ളൂ. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാന്ന് തോന്നാണ്ടാണ് വരുന്നത്. അവർ ഇതിനകത്തോടെ നടന്നൊക്കെ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റോഡിലെല്ലാം ഇഷ്ടം പോലെ ആനപ്പിണ്ടവും മരങ്ങൾ ചെറിയ ചെടികൾ ചവിട്ടി പിടിച്ചിട്ടിരിക്കുന്നതൊക്കെയാണ്. അതായത് ആന പോയിട്ട് ഒത്തിരി നേരം ആയില്ല എന്ന് അർത്ഥം. വർഗത്തിൽ പെടുന്ന ഒരു സാധനം പോയാടത്.
അങ്ങനെ വേണ്ട പയ്യെ വളവ് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നോക്കി ഇവിടെ മുഴുവൻ റോഡ് സൈഡിലെല്ലാം ആനപ്പിണ്ടം കിടപ്പുണ്ട്. അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പിണ്ടം നോക്കി, അതിൻ്റെ പുറത്തെ ഈർപ്പം പോയിട്ട് പോലും ഇല്ല. ആന ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ഇറങ്ങി ക്രോസ് ചെയ്ത് പോയതാണ്. അതുപോലെ തന്നെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു ചെറിയൊരു പുഴയൊക്കെ കാണാം, കുറേ ഇല്ലിക്കൂട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പാറയും ഒക്കെ ഉണ്ട്. നല്ല രസമുള്ളൊരു കാഴ്ച. പക്ഷെ നമുക്കിവിടെ വണ്ടി നിർത്തി കാണാനുള്ള ഇടയൊന്നുമില്ല അവിടെ. മാത്രമല്ല നമുക്കിവിടെ വണ്ടി നിർത്തുന്നത് എത്രത്തോളം റിസ്കി ആണെന്നുള്ളത് അറിയത്തില്ലല്ലോ. അങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മൾ അന്വേഷിച്ച് നടന്ന ആൾ നേരെ നിൽക്കുന്നത് അവിടെ. നമ്മുടെ അവിടെ നിന്ന് വഴിയിൽ നിന്ന് ഒരു 10-100 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. എന്നാലും പുള്ളി നമ്മളെ തന്നെ നോക്കി അവിടെ നിൽപ്പുണ്ട്. നല്ലൊരു തുറന്ന സ്ഥലമായതുകൊണ്ട് കേട്ടോ കാണാൻ പറ്റിയത്. മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് കാണാനും പറ്റുമല്ല. അപ്പം ഈ ആനയൊക്കെ കടന്ന് ആ ആനയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഒത്തിരി നേരം നിർത്താൻ പറ്റില്ല, കാരണം വണ്ടികളുണ്ട്, മറ്റു വണ്ടികൾക്ക് കയറിപ്പോകാനുള്ള ഇടയില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ മുമ്പിൽ 2 തടി ലോറി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് നേരം സാവകാശം ഒന്ന് നിർത്താനുള്ള ഇട കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുവാണ് അടുത്ത മൃഗം ഏതാണ് കാണാൻ കിട്ടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസും കുറേ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം വലയിട്ടിട്ടുണ്ട്, നെറ്റ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ മറ്റേ ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇഷ്ടം പോലെ മൃഗങ്ങളുള്ള സ്ഥലമാണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ രാവിലെ പോയതുകൊണ്ടാണ്. ഞങ്ങൾക്ക് മുമ്പ് 2 വണ്ടി പോയിട്ടുണ്ട്, 2 തടി ലോറി കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ കുറേ മൃഗങ്ങളെയൊക്കെ ഓടിക്കുമായിരിക്കും പോകുന്ന വഴിക്ക്. അതുപോലെ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ നോക്കി, എന്തോരം ചെറിയ പുഴകളാണെന്ന് നോക്കി, എന്നാ രസമാണെന്നറിയോ. അതുപോലെ മഴ പെയ്തുകൊണ്ട് എല്ലായിടത്തും പാറകളിലെല്ലാം ഉറവയാണ്, ചെറിയ മഞ്ഞ് പോലെ, ചെറിയ കോടമഞ്ഞ് പോലെയൊക്കെ ഉണ്ട് ഞങ്ങൾ പോയ വഴിക്ക്. അതുകൊണ്ട് ഞങ്ങൾ വലിയ സ്പീഡില്ലാതെ പയ്യെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചങ്ങ് പോകാറുണ്ട്. അങ്ങനെ പോയപ്പോൾ മരത്തിന് മുകളിൽ 2-3 കുരങ്ങന്മാർ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഇത് കണ്ടോ, മരങ്ങളെല്ലാം ചവിട്ടി പൊട്ടിച്ചിട്ടിരിക്കുന്നു, ഇഷ്ടം പോലെ ആനപ്പിണ്ടം. അപ്പോൾ ഇതിലെ ആന വന്ന് പോയിട്ടുണ്ട്, ഒത്തിരി സമയം ആയിട്ടുമില്ല. അങ്ങനെ ഞങ്ങളടുത്ത് ഒരു സ്ഥലത്ത് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയായിട്ട്. ഇവിടെ നമുക്ക് വണ്ടി സൈഡിലൊന്ന് ഒതുക്കാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്ന് വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി നോക്കിയത്. ഇവിടെ നല്ല കാഴ്ചയാട്ടോ, നല്ല രസം. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരു വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു, നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പയ്യൊന്ന് ഇറങ്ങി നോക്കിയതാണ്. ഞങ്ങൾക്ക് താഴെ ഇഷ്ടം പോലെ കോടമഞ്ഞും കാര്യങ്ങളും അങ്ങനെ മലകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇടതോർന്ന മരങ്ങളായതുകൊണ്ട് നമുക്കൊത്തിരി മൃഗങ്ങളെ ഒന്നും കാണത്തൊന്നുമില്ല. ഈ ഭംഗിയൊക്കെ ആസ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ പുറകോട്ട് നോക്കി വലിയൊരു മതിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പയ്യെ വളവുകളൊക്കെ തുടങ്ങി. നല്ല രസമാണ് കേട്ടോ, നല്ല കാഴ്ചകളാണ്. കാരണം ഈ റോഡ് മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് ചുറ്റുപാടും പുല്ലും ചെടികളും മരങ്ങളും മൃഗങ്ങളും ഒക്കെയാണ്. വനത്തിൽ കൂടെ പോകുന്ന ഒരു നല്ല ഫീലുണ്ട് കേട്ടോ ഇതിലെ. കുരങ്ങന്മാരാണെങ്കിൽ ചാടി നടപ്പുണ്ടതിൽ. ഇവിടെ വന്നപ്പോൾ മറ്റേ പെൻസ്റ്റോക്ക് പൈപ്പ് പോകുന്നുണ്ട്. നമ്മുടെ ഷോളയാർ ഡാമിൽ നിന്നുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ പൈപ്പ് പോകുന്ന വഴിയാണ്. റോഡിലോട്ട് മരങ്ങളെല്ലാം ചാഞ്ഞ് കിടപ്പുണ്ട്, ഇല്ലികൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടായിരിക്കും കേട്ടോ ആന ഇഷ്ടം പോലെ ഉള്ളത്. അങ്ങനെ നോക്കി അതിമനോഹരമായ കാഴ്ചകൾ, മലകൾക്കിടയിലൊക്കെ മേഘങ്ങൾ കിടക്കുന്നതും എന്നൊക്കെ നോക്കി എന്നാ രസമാണെന്ന് നോക്കിയാൽ രാവിലത്തെ കാഴ്ച. അങ്ങനെ ഞങ്ങളതൊക്കെ ഒന്ന് ആസ്വദിച്ച് പയ്യെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. എന്നാലും മേഘങ്ങളൊക്കെ അവിടെ ഉണ്ട് താനും. ഇഷ്ടം പോലെ ജലാശയങ്ങളാണ് ഈ പോകുന്ന വഴിക്ക്. ഈ കാടിനകത്തെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ഇതായത് ഒരു ഡാമിൻ്റെ റിസർവോയറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഫോറസ്റ്റ് അല്ല, അതിപ്പോൾ ഈ മഴക്കാലത്തിൻ്റെ ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്നാലും ഇഷ്ടം പോലെ വെള്ളമുണ്ട് പോകുന്ന വഴിക്കെല്ലാം. ചെടികളെല്ലാം നല്ല പച്ചപ്പായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഇതിലോട്ട് പോവുകയാണ്. എനിക്ക് ഓരോ ഭാഗം പിന്നിട്ട് വരുമ്പോഴും ഓരോ ടൈപ്പ് ഫോറസ്റ്റാണ് എനിക്ക്. ഈ ഭാഗത്തൊക്കെ വരുമ്പം ചെടികൾ തന്നെ വ്യത്യാസമുണ്ട്. താഴെ വെള്ളമുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. അപ്പോൾ ഇവിടെ ഒരു മയിൽ നിൽപ്പുണ്ട്. അതിനെ കണ്ടപ്പോൾ ഒന്ന് പയ്യെ ഒന്ന് ചവിട്ട് ഇച്ചിരി ഇട ഉണ്ടായിരുന്നുണ്ട്. അന്നേരത്തിന് അവൻ വിട്ടുപോയി. ഇതല്ലേ പുള്ളി അവിടെ നിൽപ്പുണ്ട്. പുള്ളിയുടെ മുഴുവൻ കിട്ടിയില്ല, തല മാത്രമേ കിട്ടിയുള്ളൂ. എന്നാലും പോട്ടെ, ഉള്ള ആട്ടെന്ന് വെച്ച് ഞങ്ങൾ അവിടെ ഒന്ന് നിർത്തിയതാണ്. അതിന് പിന്നെയും പോകുന്നുണ്ട് നോക്കി. പോകുന്ന വഴിക്ക് തന്നെ ഈ ഇത് കൂട്ട് കറണ്ട് കമ്പിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും ആദിവാസികളൊക്കെ ആയിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതോ ഇതിനിപ്പോൾ ഫോറസ്റ്റിലോട്ടുള്ള വൈദ്യുതിയുടെ കണക്ഷനാണോ എന്നാണെന്നറിയത്തില്ല. എന്നാലും ഇതിലെ കറണ്ട് കമ്പി പോകുന്നുണ്ട്. അതുപോലെ നോക്കി അതുണ്ടോ,
കുറേ കർണാമ്പി പോകുന്ന ഭാഗം എല്ലാം വെട്ടിത്തെളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു KSRTC ബസ് അങ്ങ് പോകും. അടുത്ത വെള്ളച്ചാട്ടം. ചെറിയ വെള്ളച്ചാട്ടങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും ഇല്ല. പ്രത്യേകിച്ച് നല്ലപോലെ മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നു. ജോഷുവ പയ്യെ എഴുന്നേറ്റ് വരുന്നതുള്ളൂ. കൊച്ചിന് പറ്റിയ അവൻ ചിരിക്കുക, വായൊക്കെ പൊത്തിയായിരിക്കും. ചെടികൾ കാപ്പിച്ചെടി കുറ്റിയോടുകൂടി പറിച്ചാൽ മൊത്തം പറിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? കാപ്പയെ നിന്ന് കാണിയാ. Big bus. ബോർഡ് നോക്കിയോ? ആതിരപ്പള്ളി ചാലക്കുടി. അതാ വണ്ടിയുടെ ലൈറ്റ് ഒക്കെയാണ്. ആ സെബിനങ്ങളോട് പിന്നെ ചോദിക്കാം കേട്ടോ. സെബിനങ്ങൾ ഡ്രൈവിങ് കഴിയുമ്പോൾ ചോദിക്കാം. അങ്ങനെ ഞങ്ങള് മലക്കപ്പാറ എത്തി കേട്ടോ. ഫോറസ്റ്റ് ഓഫീസൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചെറിയ ടൗൺ ഉണ്ട്. രാവിലെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. മിക്കവാറും കടകളെല്ലാം അടച്ചിട്ടിരിക്കുക. എന്നാ കേസ് കിട്ടുമെന്ന് അറിയത്തില്ല. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ അവിടെ കറണ്ട് ഇല്ലായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ അവിടുന്ന് മുന്നോട്ട് പോരുക. കാരണം അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. കടകളിൽ ഒരു കട ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടാണല്ലോ അവിടെ ടോയ്ലറ്റ് ഒന്നും ഉപയോഗിക്കാൻ അവർ സമ്മതിച്ചു. നാടൻ കുരങ്ങ്, പിന്നെ മറ്റേ പുലിയുടെ ചെറിയ കുട്ടിപ്പുലി പോകുന്നുണ്ട്. ചെറിയ പൂച്ചേന, ചെറിയ പൂച്ചേനക്കായാലും വലിപ്പമുള്ള സാധനം. അപ്പോൾ അങ്ങനെ മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നമ്മളൊരു സ്ലിപ്പ് അവിടെ കൊടുക്കണമായിരുന്നു. ആ സ്ലിപ്പൊക്കെ അവിടെ കൊടുത്ത് ഞങ്ങൾ പയ്യെ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വാൽപ്പാറ ലക്ഷ്യമാക്കി. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള കാഴ്ചകളായി. പണിക്കാരൊക്കെ രാവിലെ പണിക്ക് പോകുന്ന തിരക്കിലാണ്. നല്ല രസമുള്ള കാഴ്ചകൾ. ഒത്തിരി വലിയ മരങ്ങളൊന്നുമില്ല, അതുകൊണ്ട് മലകളൊക്കെ നല്ല കൃത്യമായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നുണ്ട്. ഇത് മുഴുവൻ വെട്ടിയിരിക്കുക. തേയിലച്ചെടികൾ മുഴുവൻ വെട്ടിക്കളഞ്ഞിരിക്കുക. പൊങ്ങാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയ തളിപ്പ് കിട്ടാനായിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലെല്ലാം കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇഷ്ടം പോലെ എന്നാ പറയുന്നത് ബട്ടർഫ്ലൈസും ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമുള്ളൊരു പ്രഭാതം. എന്നേൽ റിപ്ലൈ വന്നോ? റിപ്ലൈ ഒന്നും വന്നില്ല. ഒന്ന് രണ്ട് കുറച്ച് ആൾക്കാർ എനിക്ക് ലൈക്ക് കിട്ടി. ഗ്രീൻ. ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ വണ്ടികളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഒരു ചെറിയ അമ്പലമുണ്ട്. അതുപോലെ കുറേ കടകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് നമ്മൾ വന്നത്. പക്ഷെ ഇവിടുത്തെ റോഡ് ഇച്ചിരി മോശമായിട്ട് കിടക്കുന്ന, മിറ്റിലെല്ലാം ഇളകി കിടക്കുന്ന ഒരു വഴിയാണ്. അതുപോലെ ഇവിടെ ഒത്തിരി ഹോം സ്റ്റേയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതുപോലെ ബോർഡുകളെല്ലാം പയ്യെ തമിഴിലോട്ടായി തുടങ്ങി. കുറേയൊക്കെ മലയാളമുണ്ട്, കുറേയൊക്കെ തമിഴുണ്ട്. അതുപോലെ ഇതുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അപ്പം ഇട്ട് തരാം. നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്നാണെന്നറിയോ? ഇതിന്റെ പേരാണ് മലക്കപ്പാറ. മലക്കപ്പാറത്തെ ചെക്ക് പോസ്റ്റാണ് കാണുന്നത്. കണ്ടോ? ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കണ്ടോ? കൊച്ചങ്ങ് നോക്കി അവിടെ എഴുതി ചെയ്യുന്നുണ്ടോ? വഴിയൊക്കെ എഴുതി ചെയ്യുന്നുണ്ടോ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ. നമ്മൾ കുടിക്കുന്ന ടീ ഇല്ലേ, നമ്മൾ ചായ കുടിക്കുമല്ലേ, ചായ ഉണ്ടാക്കുന്നുണ്ട് ആ ചെടിക്കകത്ത്. ആ ചെടിയുടെ ഇലയാ ചായ. മോട്ടർ ചായ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇത് നമ്മുടെ ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള പൊള്ളാച്ചി ഡിവിഷൻ്റെ ഭാഗമാണ് ഇത്. അപ്പോൾ ഞങ്ങൾ വേണ്ട ഇവിടെ വന്ന് നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കൂടെ ആയത് കേട്ടോ. ഇനി നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറാൻ പോവാം. ഇവിടെ നിന്നുള്ള ദൂരം നോക്കിയാൽ വാൽപ്പാറയ്ക്ക് 25 കിലോമീറ്റർ, പൊള്ളാച്ചി 52, ഊട്ടിക്ക് 213, കൊടൈക്കനാൽ 201. തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ചുമ്മാ ഇവിടെ നിർത്തിയെന്നുള്ളതേ ഉള്ളൂ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. കാരണം ഇഷ്ടം പോലെ ടീ പ്ലാന്റേഷൻ നമ്മുടെ ചുറ്റുപാടുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് ഓർത്ത് നിർത്തുക.
അതുപോലെ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ATM ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് 2 വഴിക്ക് വാൽപ്പാറയ്ക്ക് പോവാം. അപ്പം ഞങ്ങൾ വേണ്ട ഈ വഴി ചൂസ് ചെയ്ത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വ്ളോഗ് കണ്ടപ്പം ഈ വഴിക്ക് പോയ ഒരു വ്ളോഗർക്ക് കുറേ മൃഗങ്ങളെ കാണാൻ പറ്റിയെന്നും പറഞ്ഞുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഈ വഴിക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ സെബിനും ഈ വഴിക്ക് പോയിട്ടില്ല. എന്നാൽ പിന്നെ ഈ വഴിക്ക് തന്നെ പോയേക്കാമെന്ന് വെച്ച് ഞങ്ങൾ ഇതിലേ വന്നത്. അപ്പുറത്തെ വഴിക്കൂടെ പോവുകയാണെങ്കിൽ അതാണ് മെയിൻ റോഡ്. അതിലെ പോയാൽ അത് ഷോളയാർ ഡാമൊക്കെ കണ്ട് ആ വഴി പോകാം. ഇതിലെ നമ്മൾ പോകുമ്പം ഇത് തേയിലത്തോട്ടങ്ങൾക്ക് ഇടയ്ക്കൂടെ തന്നെയുള്ള ഒരു വഴിയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. റോഡ് ചെറുതാണ്. അതുപോലെ നമുക്ക് ഒത്തിരി സ്പീഡിലൊന്നും പോകാൻ പറ്റുമല്ലോ ഇവിടെ. പക്ഷേ എന്നാലും നമുക്കൊത്തിരി സ്പീഡിൽ പോകേണ്ട കാര്യമില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ പയ്യെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് മൃഗങ്ങളുണ്ടോ എന്ന് നോക്കി തന്നെയാണ് പോകുന്നത്. എല്ലാം ഒരു 500 മീറ്റർ കൂടുമ്പോഴും പമ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 വണ്ടികൾ വന്നു കഴിഞ്ഞാൽ കയറി പോകാൻ വലിയ പാടാണ്. ഇറ്റ്സ് എ ട്രാക്ടർ. അതിനകത്ത് അവർ ടീ പറിച്ചോണ്ട് പോകുന്നടാ. ടീ ലീഫാ അതിലുള്ള കേട്ടോ. ടീയുടെ ലീഫേ. യെസ്. முன்னாடி இருக்கு இல்லையா? காட்டுப்போத்தோன்னு ചോദിച്ചേ. காட்டுப்போத்து இருக்கு இல்லையா? முன்னாடி இருக்கு இல்லையா? இருக்கு இல்லையா? ഓക്കെ അല്ലേ? വെള്ളം വിലയിട്ടൊരു അണ്ണനെ കണ്ടു, ഡ്രൈവറെ കണ്ടു, ഒരു കോഴീനെ കണ്ടില്ലേ, മയിലിനെ കണ്ടു, പിന്നെ കാട്ടുപശുക്കളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെയുള്ള ഡ്രൈവ് എൻജോയ് ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി പോകുന്ന കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണാനൊന്നുമില്ല. ഈ ഡ്രൈവിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയ ടൗൺഷിപ്പും കാര്യങ്ങളും വന്നൊരു തേയില ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചെറിയൊരു എന്നാ പറയുന്നത്, ചെറിയ ടൗൺഷിപ്പ് പോലെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മുന്നോട്ട് വരിക. അപ്പോൾ റോഡ് ഇച്ചിരൂടെ മോശമായി തുടങ്ങി ഈ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്കും. എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു 10-11 മണി ആയെന്ന് തോന്നുന്നു. 10 മണി കഴിഞ്ഞു. അപ്പം എന്നാൽ ഒത്തിരി ചൂടൊന്നുമില്ല. ചെറിയ നല്ല ടെമ്പറേച്ചർ, 20 ഡിഗ്രി ടെമ്പറേച്ചർ ചൂട്. വെള്ളം കുടിക്കുന്നുണ്ടോ ചോദിച്ചു. വാട്ടർഫോളിൽ ഇറങ്ങണോ? ഇറങ്ങാൻ പോകണോ? മാത്രമല്ല അവിടെ എന്തോ ആഴം ഉണ്ടെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നല്ല ഒഴുക്കായിരിക്കും അല്ലേ? Yoshu, be careful. Yes. Angkat tamta. Yoshu, 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 Yoshu നോക്കിയേ. യശു അങ്ങനെ നിന്നപ്പോൾ തന്നെ തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ബസ് വരുന്നുണ്ട്. എക്സ്പ്രസ് ബസ്സാണ്, പഴയ ബസ്സാണ്. പക്ഷേ അതിൻ്റെ വിൻഡോ എല്ലാം ഗ്ലാസ്സും ഒക്കെ ആയിട്ട് നല്ല, ഇറങ്ങിയ സമയത്ത് നല്ല ബസ്സായിരുന്നിരിക്കണം. പക്ഷേ ഈ മോശം റോഡിൽ കൂടെ ഓടി വണ്ടി നശിച്ചു പോകാമെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ പയ്യെ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യമായ വാൽപ്പാറ എത്തി കേട്ടോ. ഇതാണ് വാൽപ്പാറ ടൗൺ തുടങ്ങുന്നത്. എൻ്റെ ഇവിടുന്നാണ്. ഇഷ്ടംപോലെ വണ്ടികളും മിക്കവാറും എല്ലാം തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളായി. കാരണം ഇത് തമിഴ്നാടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. വണ്ടികളൊക്കെ എന്നാ പറയുന്നത്, ഈ ചരക്ക് വണ്ടികളൊക്കെ കേട്ടോ കൂടുതലും കിടക്കുന്നത്. ഇവിടുന്ന് ഒരു പാലം കിടക്കുകയാണ് നമ്മൾ ആ ടൗണിലോട്ട് കയറാൻ.
പഴയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു ടൗണാണ്. തമിഴ്നാടിന്റെ തനത് സ്റ്റൈലിലുള്ള പല കളറിലുള്ള പെയിന്റ് ചെറിയ ചെറിയ വീടുകളും ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ടൗണിലോട്ട് കയറി. ഇനിയിപ്പോൾ നമുക്കൊരു കാപ്പി, എൻ്റെ ഇവിടുന്ന് ഒരു കാപ്പിയൊക്കെ കുടിക്കണം. കാരണം ഞങ്ങൾ കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല, ചെറിയ കാപ്പി കുടിച്ചതുണ്ടായിരുന്നുള്ളൂ ആദ്യം. കാരണം അവിടെ കടകളും കാര്യങ്ങളൊക്കെ കണക്കാരും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് അത്യാവശ്യം വലിയൊരു ടൗണാണ്, കുറേ ആൾക്കാരെല്ലാം ഉണ്ട്. ഇട ദിവസമാണെങ്കിലും അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ടൗണാണ്. മിക്കവാറും എല്ലാം ഒത്തിരി ഇവിടെ ടീയും കോഫിയൊക്കെ വിൽക്കുന്ന കടകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അതുപോലെ മൊബൈൽ ടവറുകൾ ഇവിടെ വന്നപ്പോഴത്തേനും മിക്കവാറും നമ്മുടെ മൊബൈൽ കമ്പനികൾക്കെല്ലാം റേഞ്ച് ഉണ്ട് കേട്ടോ. എനിക്ക് അവിടെ ടവറാണ് മുകളിലുണ്ട്. പ്രത്യേകിച്ച് BSNL വരുന്ന വഴിക്ക് പലയിടത്തും റേഞ്ച് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്നുള്ള റേഞ്ചായി, റോമിങ് ആയി. എന്നാലും കുഴപ്പമില്ല. എൻ്റെ റോഡ് സൈഡിലെല്ലാം ബൈക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കയറ്റം നമ്മളങ്ങനെ കയറി പോവാം. ഇങ്ങനെ 2 വശത്തും കടകളും കാര്യങ്ങളുണ്ട്, വണ്ടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഇടതുവശത്താണെങ്കിൽ ഇച്ചിരി കയറി കഴിയുമ്പം കടകളല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ മുമ്പേ കണ്ട ആ ചെറിയ കുന്നിന് മുകളിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. പലതരത്തിലുള്ള വളരെ കുറവുള്ള ഒരു സ്ഥലമാണ്. എന്നാലും വണ്ടികളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ. എന്നാണ്ട് അവിടെ നിന്ന് തമിഴ്നാടിൻ്റെ ഒരു ബസ് വരുന്നുണ്ട്. ആ പച്ച കളറടിച്ച മുമ്പേ നമ്മൾ കണ്ട അത് മലക്കപ്പാറ പോകുന്ന ബസ്സാണ് തോന്നുന്നു. 2 വണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് വളരെ കഷ്ടിച്ചാണ് നമ്മൾ വണ്ടി നിർത്തി കൊടുക്കേണ്ട വന്നു മറ്റേ വണ്ടിക്ക് പോകാൻ. അതുപോലെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഷോളയാർ ഡാം അതുവഴി പോവാം, ആതിരപ്പള്ളിക്ക് പോവാം. നമ്മൾ വന്ന വഴി തന്നെ ആ വളച്ച് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ അവിടുത്തെ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടോ ഈ കാണുന്നത്. 4-5 ബസ് കിടപ്പുണ്ട് അതിനകത്ത്. വീണ്ടും മുന്നോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒത്തിരി. അതുപോലെ ബൈക്കുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നവരും ആൾക്കാരാണ് ബൈക്കിൽ പോകുന്നത്. നോക്കിയാൽ കാറുകളെ കഴിഞ്ഞും കൂടുതൽ ഓട്ടോയും ബൈക്കും ഒക്കെ കേട്ടോ ഇവിടെ കണ്ടത്. അതിന്റെ ഉള്ളില് വണ്ടി നോക്കണം, അതാണ് അത്യാവശ്യം. ചോദിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തത്. സീതപ്പഴം വേണോ? അത് മനുഷ്യരാ. ബാർ ഹോട്ടലിന് മിക്കവാറും വേണ്ടി വെക്കാനുള്ള സൗകര്യം കാണും. അവിടെ വണ്ടിയല്ല, അവിടെ എന്ത് വേണം വെക്കാം, ഒരു പ്രശ്നമില്ല. അവിടെ വെജിറ്റേറിയൻ ഉണ്ടാവോ? മോഹൻലാലിന് മറ്റേ സിനിമയിലെ പേരൊഴിച്ച് എന്ത് സാധനം വേണം വെക്കാം. ഓക്കെ. മങ്കി ഉണ്ടോ നോക്കിയടാ പറമ്പില്. കേബിൾ ലൂസാണ്. നല്ല കാട്ടിക്കൂടിയുള്ള ഡ്രൈവാണ് വാൽപ്പാറയിൽ ചെയ്യുന്നത്. നമ്മള് മൂന്നാറിന് പോകല്ലേ. എൻ്റെ ഒരു ട്രിപ്പ്, എൻ്റെ യാത്രകൾ അങ്ങനെയാ. നമ്മളന്ന് മറ്റേ മൂന്നാർ, മറയൂർ, കാന്തല്ലൂരൊക്കെ പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ അടുത്ത ഡയറക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇവിടുന്ന് മൂന്നാറിനാണ് പോകുന്നത്. ഇവിടുന്ന് മൂന്നാറിന് പോകണേൽ നമുക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ പയ്യെ ആ വഴിക്ക് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ റോഡുകളെല്ലാം നന്നായി, അത്യാവശ്യം നല്ല സൈനേജൊക്കെ ഉള്ള ബോർഡാണ്, സൈഡെല്ലാം കെട്ടിയിട്ടുള്ള റോഡാണ്. 2 വണ്ടിക്ക് ഈസി ആയിട്ട് പോകാനുള്ള ഇടയുണ്ട്. 2 ലൈൻ റോഡാണ്. അങ്ങ് മലകളുടെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ പോലെ വീടുകളും റിസോർട്ടുകളും ഒക്കെ കാണാം. ഇവിടെ ഒത്തിരി മൃഗങ്ങളൊന്നും ഉള്ള സ്ഥലമല്ല, മനുഷ്യർ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഒരു അടിപൊളി പള്ളിയൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. അതുകൊണ്ട് അവർ വിറക് കൊണ്ടുപോകുന്നാന്ന് തോന്നുടാ. വിറക് അപ്പോൾ നമ്മളിങ്ങനെ പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിൽ ആണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. 40 ഹെയർ പിൻ വളവുകളാണ് ഈ റൂട്ടിലുള്ളത്. 40 എണ്ണം. മാപ്പിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. വളഞ്ഞ് കിടക്കുന്ന വഴിയാണ്. എന്നാൽ അതിമനോഹരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. നല്ല വ്യൂസൊക്കെയുള്ള റോഡാണ്. ഓരോ ഹെയർ പിന്നിനും ഓരോ പേരും ഓരോ മൃഗങ്ങളുടെ പടവും എല്ലാം കൊടുത്ത് അവർ, ഇതൊരു സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും നല്ല ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓരോ ഹെയർ പിൻ വളവുകളും എന്നാ പറയുന്നത്, സേഫായിട്ടുള്ള സൈനേജുകളും കാര്യങ്ങളും എല്ലാം കൊടുത്താണ് അവർ ചെയ്തിരിക്കുന്നത്. അടുത്ത ഹെയർ പിൻ കഴിഞ്ഞു. അതുപോലെ 40 എണ്ണം മൊത്തം.
അടിച്ചോട്ട് പോവുക. ഇത് കണ്ടോ, അവിടെ റെഡ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. പയ്യപ്പൻ ഇത് ഇത്ര സ്പീഡിൽ പോകുന്നല്ലോ കേട്ടോ, ഇത് ഞാൻ ഇച്ചിരി സ്പീഡാക്കിയെന്നുള്ളതേ ഉള്ളൂ വീഡിയോയ്ക്ക്. ഇതുണ്ട്, ഇത് അടുത്ത ഹെയർ പിന്നെ. അതുപോലെ ആളിയാർ ഡാമിൻ്റെ നല്ല സൂപ്പർ റിവ്യൂ ഉണ്ട് ഈ പോകുന്ന വഴിക്ക്. കാരണം ഇത്രയും മുകളിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു വലിയ മലമുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങുക അല്ലെ, 36 വരെ എത്തി ഹെയർ പിന്നെ. ലെപ്പേർഡ് ലെപ്പാർഡിനെ കണ്ടില്ലേ വെച്ച്? Joshua, look. It's tiger. Yes, Joshua. Yeah. Can you see tiger picture? അതുപോലെ ഈ പോകുന്ന വഴിക്ക് മറ്റേ വരയാടുകളെയൊക്കെ കാണാൻ സാധ്യതയുള്ള വഴികളാണ് കേട്ടോ, മാനുകളും ഒക്കെ ഉള്ള ഒരു റൂട്ടാണ് കേട്ടോ ഇത്. ഹെയർ പിൻ വളവുകളൊക്കെയാണല്ലോ ഇതിനിടയ്ക്കെല്ലാം. വനവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മൃഗങ്ങളൊക്കെ ഉള്ള വഴിയാണ്. അപ്പം ഞങ്ങളും വേണ്ടേ നല്ല ഏതെങ്കിലും ഒരു മൃഗത്തെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്നു. പൊളിയല്ലേ നോക്കി, ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടോ? ഡം ട്രക്ക് മൗണ്ടനിലാണ്, നമ്മൾ മൗണ്ടനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. മൗണ്ടൻ കയറണോ? നമ്മൾ മൗണ്ടൻ കയറുക, നമ്മൾ കാറിൽ മൗണ്ടൻ കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ മൗണ്ടൻ കയറിക്കൊണ്ടിരിക്കുക, കണ്ടില്ലേ നോക്കിയേ. സൂവിലാണോ പോണ്ടേ? എവിടെ പോണ്ടേ? അത് വേറെ വഴിയല്ല കേട്ടോ. വലിയ റോക്ക് ഇരിക്കുന്നുണ്ടോ? ഇതാണ് അമ്പലമൊക്കെ. ഇറങ്ങി കഴിഞ്ഞാൽ എത്തിക്കട്ടടാ. വൈൽഡ് ഡോഗ്. ഡം ട്രക്ക്, വാട്ടർഫോള്, ഡം ട്രക്ക് എല്ലാം ഉണ്ട്. മീൻ കച്ചവടക്കാരന് എന്തൊക്കെയാ കാണാനുള്ള. നോക്ക്, സ്നേക്ക് ഇവിടെ സൈഡിൽ കാണൂടാ, റോഡിന്റെ സൈഡിൽ കാണുന്നേ. എന്തൊക്കെയാ ജോഷുവിന് ഈ കൊച്ചു കേരളത്തിൽ ഒരുക്കി വെച്ചേക്കുന്നത്. നല്ല ബിഗ് വാട്ടർഫോൾ. അന്ന് നമ്മൾ പോകുന്നപ്പോ ഇല്ലടാ, മറ്റേ നമ്മള് ബൈക്കിന് പോയപ്പോൾ കൃഷ്ണേ മൂന്നാർ കണ്ടില്ലേ, മറകടി നിന്ന് ഭയങ്കര കുടയില്ല. അതെ അതെ, നാളെ ഒന്നും കാണുന്നില്ല, വഴിയൊന്നും കാണുന്നില്ല. നമ്മൾ 2 പ്രാവശ്യം പോയല്ലേ പക്ഷേ? പോയി 2 വർഷം. ഒരു വർഷം സെബിന്റെ കൂട്ടത്തിലും പോയി. ഞാനും സെബിനൂടെ, മാഷില്ലായിരുന്നു. പ്ലാസ്റ്റിക് മീനില്ലേ, അതൊന്നും ഒറ്റ മീനെ, ഒരു പൊടി മീൻ, അതിൽ വലിയ മീനെ കിട്ടുള്ള ഒരു മീനെ പോയി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഇട്ട് എല്ലാണ്ടത് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. മലബാർ ട്രൂഗൺ ഹെയർ പിൻ പിള്ളേരാണ്. ആ നിൽക്കുന്ന സാധനം ഇല്ല, നല്ല ആ കൊമ്പ് പോയിട്ട് ഇതാ നമ്മൾ ഇതിനെ നമ്മൾ കണ്ടേ. മ്ലാവല്ലേ? പാരക്കീറ്റ്, പ്ലം ഹെഡഡ് പാരക്കീറ്റ്. മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ് ഹെയർ പിൻ. ഗ്ലൈഡിംഗ് ഫ്രോഗ്, മലബാർ ഗ്ലൈഡിംഗ് ഫ്രോഗ്. ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ്.
വല്ലതും കാണൂല അവിടെ. ചിലപ്പോ അവനാണ് ഓരോ ദിവസം. ഇന്ന് വരുന്നില്ല പൊള്ളാച്ചിയിലേക്ക്. ഹലോ, ഇപ്പം പൊള്ളാച്ചിയിലേക്ക് വരുന്നേ. പൊള്ളാച്ചി വഴി മൂന്നാറെല്ലാം ചുറ്റി തൃശ്ശൂർ ഞാൻ കാണാം. മൂപ്പെട്ട് ചിന്നാറ് ഇതാരാടാ ജോഷുവ? പക്ഷെ നോക്കി ആരൊക്കെ നോക്കിയേ, ചിന്നാറ് നോക്കിയേ. ചിന്നാറ് Monkey's feeding. വേണ്ട അന്നത്തെ മങ്കി. ചെമ്മട്ട സാധനം നിന്ന് കണ്ടായിരുന്നു മാഷ്. ഇത് റേഞ്ച് പിടിക്കാനും നോക്കുന്ന അറേഞ്ച് പിടിക്കാൻ നോക്കി. സ്പോട്ട് ബെല്ലീഡ് ഈഗിൾ ഓൾ. ഔളിനെ കണ്ടോടെ? ഔൾ വൈറ്റ് ബെല്ലീഡ് ട്രീ പായ്. Where would he sleep? I will go over here. കണ്ടില്ല സാറേ, സോറി. Apa was that? അങ്ങനെയല്ല, ബസ് തിരിച്ച് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കയറുന്നത്. നമ്മള് ദിസ് ഈസ് പാർട്ട് ഓഫ് ആനമലൈ ടൈഗർ റിസർവ്. ആണ്ടാ ടൈഗർ നോക്കി, അവിടെ നിൽക്കുന്നുണ്ടോ? ലെപ്പർഡ് ഉണ്ട്, ടൈഗർ ഉണ്ട്. About this way. About this way, Papa. ജയന്റ് സ്കർ. ആണ്ടാ മങ്കി. Papa, elephant's coming. എലിഫന്റ്സ് കമ്മിങ്. Papa, ആണ്ടാ ഇതെന്നാടാ? പീഹന് അതിന്റെ കുഞ്ഞുങ്ങള്. ഷോളയാർ മുകളിലാ. ഇത് താഴെയുള്ള ഡാം ഏതാണോ? നമ്മൾ പൊള്ളാച്ചി ഇറങ്ങി വലിയ ഡാം. Mama. മുല്ലപ്പെരിയാരിൽ നിന്ന് വരുന്നതായിരിക്കും അല്ലേ? ഓ ഇതെന്നാ ബേഡാടാ? ഇവിടെ വന്ന് ഷിക്ര. പക്ഷെ ഇവിടെ വണ്ടി നിർത്താൻ പറ്റുമല്ലോ? നോക്ക്, വണ്ടി നിർത്താൻ പറ്റുമോ? Apa was that? Papa? അവിടെ താഴെ ഉണ്ടെന്ന്, താഴെ വ്യൂ പോയിന്റ് ഉണ്ട്. സ്ലോയിൽ നോക്കടാ, മാന താഴോട്ട് നോക്ക്. ഡാമിന്റെ വ്യൂ നോക്കി. ഓ പൊളി കേട്ടോ. Apa was that? Papa. ഇവിടെ ഡാമാടാ, ഡാമിന്റെ വ്യൂ ആ നോക്ക്. ഭയങ്കര ഒരു ഡാം അവിടെ ഉള്ളത്. Papa down India. ഡാം അവിടെ ഉണ്ടെന്നേ. Papa, is it down, Ma? അപ്പാ സിയാ. നോക്കി അപ്പനെ നോക്കി. ഹായ് 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 ഹായ്. That's a good boy. അപ്പോൾ അങ്ങനെ 12ാമത്തെ ഹെയർ പിൻ ബെൻഡ് വരെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വണ്ടി ഒന്ന് ഒതുക്കാനുള്ള ഒരു ഇട കിട്ടി. അതുകൊണ്ട് ഞങ്ങളിവിടെ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് നിന്നതാണ്. ഇവിടെ നിന്ന് ഈ വാളിയാർ ഡാമിൻ്റെ അതിമനോഹരമായ വ്യൂ ആണ്. നോക്കി, എന്നാ രസമാണെന്ന് നോക്കി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡാമാണെന്ന് തോന്നുന്നു കേട്ടോ, ഈ ആളിയാർ ഡാം. അതിന് മുമ്പുള്ള മലകളും എല്ലാം ഭയങ്കര രസമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ. ജോഷു ചേട്ടാ, ഞങ്ങൾ പിന്നെ ഹെയർ പിൻ ഇറങ്ങി വന്നപ്പോൾ കണ്ട ഒരു ഡാമാണ്. അത് ഡാമിൻ്റെ വ്യൂ ആണ് നോക്കി. ഇങ്ങനെ വശത്ത് മുഴുവൻ മലകൾ, നമ്മൾ ഇറങ്ങി വന്ന വഴി. അതുപോലെ താഴോട്ട് നോക്കുമ്പോൾ ആ ഡാം, അതുപോലെ അതിനകത്ത് തന്നെ നോക്കി നമ്മൾ എന്തോരം പൊക്കത്തിലാണ് നിൽക്കുന്നത് നോക്കി. താഴെ ആ പാറകളൊക്കെ നോക്കി, അതൊക്കെ വലിയ മല പോലെയായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും അടിപൊളി വ്യൂ കേട്ടോ. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. Papa, another bird. അനന്തൻ, ഇതിന്റെ പേരാണ് ബാർ വിങ്ഡ് ഫ്ലൈ ക്യാച്ചർ. കണ്ടത് നീൽഗിരി താർ. Papa, there's a goat.
അതിന്റെ പേരാടാ നീലഗിരി താർ. ഇന്ത്യൻ പീഫോൾ എന്നാണ് ഈ പറഞ്ഞ മയിലിന്റെ ശാസ്ത്രീയ നാമം. പീകോക്ക് അല്ല, പീഫോൾ. പീക്കോക്കാടാ. ഇതിവിടെ എവിടെ നിന്ന് എടുത്താലും ഇല്ലടാ നല്ല. അതെ. വൈകുന്നേരമായിരിക്കണം അല്ലടാ, ഒരു 4 മണി കഴിയുമ്പോഴേ. ജോഷു ഇത് കണ്ടോടാ, ജോസ് നോക്കി നീലഗിരി. കോളർ പിടിപ്പിച്ചേക്കുന്നുണ്ടോ? അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങി വന്നപ്പോൾ വേണ്ട ഒരു വരയാട് നിൽക്കുന്നു വഴി സൈഡിൽ നിന്ന്. അത് പുല്ലൊക്കെ തിന്നുന്നു. കഴുത്തെ കോളറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള. അപ്പോൾ ഇവിടെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി പയ്യെ ഒന്ന് സ്ലോ ചെയ്തു. അവനാണ് നല്ല തിരക്കാണ്, നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. പുള്ളി ഭക്ഷണം കഴിക്കുന്നതിൽ നല്ല ശ്രദ്ധ. നമ്പർ 3. അപ്പോൾ നമ്മൾ താഴെ എത്തി. ഒക്കെ ബ്രിട്ടീഷുകാരുടെ റോഡായിരിക്കുമല്ലോ പക്ഷേ. ഉള്ള റോഡ് ടാർ ചെയ്യാൻ സമയമില്ല. നേരാണ് പുതിയ റോഡ്. ഈ 3ാമത്തെ ഹെയർ പിന്നൊക്കെ കഴിഞ്ഞ് താട്ടിറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ റോഡ് ഭയങ്കരമായിട്ട് അങ്ങ് ചുരുങ്ങിയ പോലെ നമുക്ക് തോന്നും കേട്ടോ. അതുപോലെ 2 സൈഡിലും, ഒരു സൈഡിൽ മൊത്തം പാറയും മറ്റേ സൈഡ് വലിയ കൊക്കോ പോലെയൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ പക്ഷേ 2 സൈഡിലും മറ്റേ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഭിത്തിയെല്ലാം കിട്ടിയിട്ടുണ്ട്. താഴോട്ടുള്ള സൈഡിലെല്ലാം ഫെൻസിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതുണ്ടോ, വലിയ കലുങ്ക് പോലെ പണിതിട്ടിരിക്കുന്നത്. അപ്പോൾ താഴെ എത്താറായി. 30 കിലോമീറ്ററാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. അതിൽ കൂടുതൽ വലിയ സ്പീഡിലൊന്നും പോകാനും പറ്റുമല്ലോ ഇവിടെ ഈ റോഡ് കണ്ടീഷൻ വെച്ച്. വലിയ മലകളും കാര്യങ്ങളൊക്കെ കാണാം. സൈനേജുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേറ്റ് ഹൈവേ 17 വേണ്ടെന്ന് തോന്നുന്നു, പൊള്ളാച്ചി വാൽപ്പാറ. അതെൻ്റെ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വണ്ണാന്ന് തോന്നുന്നത്. അത് തന്നെ 2ാമത്തെ ഹെയർ പിൻ 40. താഴേന്ന് വരുമ്പോൾ താഴേന്നാണ് കേട്ടോ അവർ നമ്പറിങ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ 40 തുടങ്ങി. എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരാണ്ടിരിക്കുന്നത്. വഴിയിരിക്കുന്നു, നോക്ക്, രണ്ടിടത്ത് വഴിയിരിക്കുന്നു, നടുക്കിരിക്കുന്നു. വേണേ എടുത്തോണ്ട് പോടാന്നുള്ളതില്ല. രണ്ടാണോ ഒന്നാണോ? വോ, ഗ്രേറ്റ് ഹോൺബിൽ 1ാമത്തെ ഹെയർ പിന്നാണ് താഴേന്ന് വരുമ്പോൾ. നമ്മള് മുകളിൽ നിന്ന് താഴത്തോട്ട് വന്നു. 1ാമത്തെ അവിടുന്ന് വരുമ്പോൾ 40ാമത്തെ. ടവർ ഇരിക്കുന്നത് എന്നൊക്കെ ആനിമലിനെ കണ്ടാ? എന്നൊക്കെ ആനിമലിനെ കണ്ടു ഇത്ര നേരമായിട്ട്? പീകോക്കിനെ കണ്ടു. നീലഗിരി താറിനെ കണ്ടില്ലേ മുമ്പേ? കണ്ടല്ലോ, ആ വഴിയിൽ ഒരു ആട് പോലൊരു സാധനം ഇപ്പില്ലായിരുന്നോ? കോളറൊക്കെ ഇട്ട് നമ്മൾ കുറെ നേരം അവിടെ നിർത്തിയല്ലേ. അതിന്റെ പേരാണ് നീലഗിരി താർ. പിന്നെ ജോഷു ആ കൗവിനെ കണ്ടു, ബഫലോനെ കണ്ടു, എന്തെല്ലാം ബേർഡിനെ കണ്ടു. സ്നേഹിക്കിനെ കണ്ടില്ലേ? എലിഫന്റിനെ കണ്ടില്ലേ?
അങ്ങനെ ഹെയർ പിന്നുകളൊക്കെ ഇറങ്ങി ഞങ്ങൾ താഴെ എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഹെയർ പിന്നുകളെല്ലാം കഴിഞ്ഞു. ഇപ്പം അതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ആ മുകളിൽ നോക്കിയപ്പോൾ കണ്ട മലകളൊക്കെ കാണാം. ഇതെല്ലാം വലിയ മലകളും പാറകളും ഒക്കെയാണ്. മുകളിൽ നോക്കുമ്പോൾ നമുക്ക് അത്ര വലുതായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ഇനി പയ്യെ ഇവിടെ വലിയ താമസമില്ലാതെ അടുത്ത എവിടെയെങ്കിലും നിർത്തിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കണം. കടകളൊക്കെ ഉള്ള സ്ഥലം നോക്കി. അപ്പം അതിനുള്ള വഴിക്ക് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും നല്ല യാത്ര, ഒട്ടും ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. ഒത്തിരി വണ്ടികളില്ല പറ്റുക, അതൊരു വലിയൊരു പ്രത്യേകത കേട്ടോ. ഒത്തിരി തിരക്കുള്ള റോഡല്ല, വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് ഒട്ടും വണ്ടികളില്ല. കുരങ്ങന്മാരെല്ലാം വേണ്ട ഇതിൽ റോഡിൻ്റെ സൈഡിൽ കൂടെ എല്ലാം നടപ്പുണ്ട്, ഇരിപ്പുണ്ട്. അവരുടെ പ്രധാന കേന്ദ്രമാണെന്ന് തോന്നുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ വേണ്ട ആളിയാർ ഡാമിൻ്റെ ആ റിസർവോയറിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയത് കേട്ടോ. എന്തുമാത്രം മീനാന്ന് നോക്കിയാൽ ഇവിടെ. ഇതുകൊണ്ടോ ഈ ക്യാമറയിൽ കൂടെ എന്തോരം കാണാമെന്ന് എനിക്കറിയത്തില്ല. ഈ മീനിനെ കണ്ടു തന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. ഇത് കാണാനായിട്ട് കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വണ്ടി നിർത്തിയത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ആ വലിയ മലയെ നമ്മൾ ഇറങ്ങി വന്ന മലകളൊക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. വെള്ളം നോക്കിയാൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇപ്പം എന്നാലും മഴക്കാലത്തിൻ്റെ ആണോ എന്നാണെന്നറിയത്തില്ല. ആ മുകളിൽ ആ മേഘമൊക്കെ മൂടി നിൽക്കുന്ന മലയിൽ നിന്നാണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നത്. ഞങ്ങൾ പയ്യെ വണ്ടി ഇവിടെ നിർത്താൻ ഇഷ്ടം പോലെ ഇടയുണ്ട് കേട്ടോ. എന്നാണല്ലോ കലുങ്ക കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് താഴോട്ട് പോകുന്നുള്ള പേടിയും വേണ്ട, സൂക്ഷിച്ച് നിന്നാൽ മതി. ഇവിടെ താഴെയാണെങ്കിലും ജോസ ആണെങ്കിലും മീനിനെയൊക്കെ നോക്കി നിൽക്കുക. ആളിയാർ ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഇറങ്ങി വന്ന ഹെയർ പിന്നൊക്കെയാണ് മുകളിൽ കാണുന്നത്. എന്നാ രസമാണെന്ന് നോക്കി. ഇങ്ങോട്ടൊക്കെ നോക്കി. ആ വലിയ മലയുടെ മുകളിൽ ഇപ്പം തന്നെ കോടമഞ്ഞ് വന്നു. ഈ നട്ടുച്ചയ്ക്ക് 12:30 റിസർവോ പറഞ്ഞു. അമ്മയ്ക്ക് ഹായ് പറഞ്ഞു. ഓക്കെ, ചാച്ചന് ഹായ് പറഞ്ഞു. അമ്മയ്ക്ക് ഹായ് പറഞ്ഞു അല്ലേ? ജർമ്മിക്ക് ഹായ് ഉണ്ടോ? ബേബി സോസ് ആണോ? അപ്പയ്ക്ക് ഹായ് ഉണ്ടോ? മുഴുത്ത മീനുണ്ട് ഇതിനകത്ത്. പിടിച്ചേ. പിന്നെ 3-4 ആഴ്ചയിലും കാണും മിനിമം. അപ്പുറത്ത് അങ്ങ് ഈ മലയുടെ അപ്പുറത്ത് നോക്കി എന്തോരം മീൻ നോക്കണം. ഫിഷ് ആണ്ടോ ചോദിച്ചുവാ, കണ്ടോ? തിലാപ്പിയ. കാക്കയുടെ എന്നോ ഒരു കൂട്ടമായിട്ടല്ലടാ. ഒരു കൂട്ടം അവിടെ, ഒരു കൂട്ടി ഇവിടെ. കൗണ്ട് ചെയ്ത് എത്ര വലിയ മീനാടാ. അവൻ ചാടിയതവൻ. ഏറ്റവും പുറകില്. ഏറ്റവും പുറകില്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന്. എന്തുമാത്രം മീനുകളാണെന്നറിയും ഈ കരയോട് ചേർന്ന് ഇങ്ങനെ പൊങ്ങി നടക്കുന്നത്. അമ്മമാരെല്ലാം കുറേ കൂട്ടങ്ങളുണ്ട്. അതുപോലെ നോക്കി നല്ല മുഴുത്ത മീനുകൾ കേട്ടോ, ചെറുതൊന്നുമല്ല. അങ്ങനെ വലിയ ഇറക്കങ്ങളെല്ലാം ഇറങ്ങി നല്ല നിരപ്പ് പ്രദേശത്തോട്ട് വന്നു കേട്ടോ. ഇപ്പം നോക്കി ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ മാറി. പുളിമരങ്ങളും നല്ല തെങ്ങും ഇഷ്ടം പോലെ തെങ്ങും തോപ്പുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തോടെ ഇപ്പോൾ പോകുന്നു കേട്ടോ. അതുപോലെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ രണ്ട് സൈഡിലും. പൊള്ളാച്ചിക്കുള്ള വഴിക്കൂടെ നമ്മൾ പോകുന്നത്. നമുക്ക് ഇനി മൂന്നാറാണ് ലക്ഷ്യം. അപ്പം പുതുമൽപേട്ട് ചെന്നിട്ട് പോകണോ അതോ അതിനിടയ്ക്കൂടെ നമുക്ക് വേറെ അമരാവതി വഴി വേറെ വഴിയുണ്ടോ എന്ന് നോക്കുന്നത്.
ഓറഞ്ച് ആണോ വെച്ചിന് വേണ്ടത്? അതിൽ ഏത് ഓറഞ്ച് വേണോ വെച്ചിന് വേണ്ടത്? ഏതോറഞ്ചാ വേണ്ടേ? ഏതോറഞ്ചാ വേണ്ടേ? അങ്ങനെ ഇറക്കമൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും മടുത്തു. അപ്പം തന്നെ നല്ല അടിപൊളി ഒരു കരിക്ക് കട കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയതാണ് കരിക്കും കുടിക്കാനായിട്ട്. വേറെ ഉച്ചഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പം ചെന്ന് കരിക്ക് കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ച് നിൽക്കുന്നത്. ചേട്ടനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് വളരെ ശാന്തമായിട്ട് കരിക്ക് വെട്ടുന്നുണ്ടോ. എന്തുമാത്രം ഇതുപോലെ സ്ഥിരമായിട്ട് കച്ചവടം നടത്തുന്നതെന്ന് തോന്നുന്നു. ഒത്തിരി തേങ്ങയുടെ തൊണ്ട് കിടപ്പുണ്ട് ഇവിടെ. ഇങ്ങനെ സൂപ്പറാണോ? സൂപ്പറാണ് ജോഷു? ജോഷു സൂപ്പറാണെന്ന് പറഞ്ഞേ. സൂപ്പറാണോ ജോഷു? അടക്കല്ലേ? കരിക്കൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പം കരിക്കിടക്കാരൻ ചേട്ടൻ കുടുംബസമേതം അവിടെ നിന്ന് കച്ചവടം നടത്തുന്നു. അപ്പം പുള്ളിക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്. ആ പിള്ളേരെ കണ്ടപ്പം ജോഷു അതുണ്ട് ആ പിള്ളേരോട് കൂടി കളിക്കാനായിട്ട് പോവുക. അപ്പോൾ അവർ വേണ്ട അവരുടെ വണ്ടിക്കകത്ത് കയറിയിരിക്കുക. ഇതൊരു വെയിറ്റിംഗ് ഷെഡിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഞങ്ങൾ ആ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിന്നതാണ്. അതുകൊണ്ട് അവിടെ ഒരു ചേട്ടൻ കിടന്നുറങ്ങുന്നു. ലളിതയുടെ ഒക്കെ ഫോട്ടോയൊക്കെ ഇഷ്ടം പോലെ പോസ്റ്ററൊക്കെ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് ഷെഡിൻ്റെ പേരാണ് വേദലോക അമ്പ് നിലയം വെയിറ്റിംഗ് ഷെഡ് എന്ന്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇല്ല അവിടെ ജോഷുവിന്റെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. ജോഷു ഉണ്ടോ അവിടെ? ജോഷു 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 അതിനാടാ ഇരിക്കുന്നത്? ബാക്കാണോടാ? തരാടാ ജോഷു. തേങ്ങ വാട്ടറൊക്കെ ഉണ്ടായിരുന്നടാ? നൈസായിരുന്നോ? നല്ലതായിരുന്നോ? ആ ചേട്ടന്മാരോട് കളിച്ചോ? കൗവിനെ കണ്ടായിരുന്നോടാ? അതുകൊണ്ട് എന്തോരം കൗവ നോക്കി വഴിയില് കണ്ടാണ്. കൗ നോക്കി മാരകം കെട്ടാണല്ലോ. ആ കെട്ടിയിരിക്കുന്ന കഴുത്ത കെട്ടിയിരിക്കുന്ന കയറല്ലേ, കാലത്തോടെ വലിയാതിരിക്കാനായിട്ട്. നിലത്തോട് വലിയാതിരിക്കാനല്ല, അത് വല്ലയിടത്തോടും ദൂരത്തോട് പോകാതിരിക്കാനാണ്. വൈകുന്നേരം ആകുമ്പോ വന്ന് ആ കയറും കഴിച്ചിട്ട് കുരുത്തക്കടി ഞാൻ നിർത്തും. ആണോ ജോഷു? അപ്പോൾ നമ്മൾ ദേവനൂർ പുടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ നമ്മൾ ചിന്നാർ ഭാഗത്തോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഉദുമൽപേട്ട് വരെ പോകണ്ട, അതിന് മുമ്പേ നമുക്ക് തിരിഞ്ഞു പോകാനുള്ള വഴിയുണ്ട്. സുന്ദരം വെസ്റ്റേൺ ഗട്ട്സ് കോവൈ. കോവൈ എവിടെയാ? കോവൈ 79 കിലോമീറ്റർ. ഇന്ത്യൻ്റെ ചാർജ് കുറഞ്ഞതാ ഞാനങ്ങ് തിരിച്ചു വെച്ചത്. വരൂടെ എപ്പോൾ വരും? എന്റെ ഫോൺ കുത്തിക്കടാ. അത് കുത്താൻ പറ്റില്ല. പക്ഷെ ഇപ്പം എൻ്റെ മറ്റേ ഫോൺ കുത്തിയിരിക്കുക. അതാണ് ഈ പാട്ട് കേൾക്കുന്നത്. മാഷിന്റെ ഫോണിന്റെ നെറ്റ് ഓഫ് ചെയ്തിട്ട് മാഷ് അത് പോക്കറ്റ് ഇടുക. ഞാൻ നെറ്റ് ഓഫ് ആക്കി ഇട്ടിരിക്കുന്നത്. എന്നാ പോക്കറ്റ് കിട്ടോ? എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന നെറ്റ് പോകും. നെറ്റ് ഓഫ് ആക്കി ഇട്ടിരിക്കുന്നു. അല്ല, എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നാ പോകുന്നത്. നേരത്തെ സ്ഥലത്തിന് നല്ല വിലയുണ്ടാവും. നല്ല വെള്ളമൊക്കെ ഉണ്ടോ? ഇവിടെ വന്നപ്പോഴത്തേക്കും റോഡിന്റെ 2 സൈഡിലും പുളിമരങ്ങളൊക്കെ ആയി. നല്ല മാർക്ക് ചെയ്ത പുളിമരങ്ങൾ, റോഡ് പോലെ തന്നെ വെള്ളയും കറുപ്പും അടിച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന മരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഇതാണ്ട് ഇവിടെ ഒരു കരിമ്പനയുടെ കള്ളും തേങ്ങായും ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ കട കണ്ടത്. അപ്പോൾ പിന്നെ എന്നാൽ അത് കുടിച്ചേച്ച് പോകാമെന്ന് വെച്ചിങ്ങനെ വന്നതാണ്. പണം കരുപ്പട്ടി ഇതോ പണം കളിക്കണ്ട് ഒറിജിനലാണോ? ഒറിജിനൽ വില എന്നാ? അത് പാക്കറ്റ് 70 രൂപ. ഇതോ അത് കിലോ 300 രൂപ. അതെന്നാ വിലക്ക് വരും? എന്നാ വിലക്ക് വരും? ലാസ്റ്റ് എവ്വളോ കിടക്കുന്നതാണ്?
200. നൂങ്ക് പോടണം 15 വെള്ളം കൊണ്ടു വെള്ളം വെള്ളം നങ്ക് വേണ്ട. ഒരെണ്ണം എടുത്തോ, ഒരു നങ്ക്. ഒരു നങ്ക് എന്നാൽ രണ്ട് നങ്കും വെള്ളവും. എന്താണ് ചേട്ടാ? ഒന്നുകൂടെ പറ. ഈ പനയാളിക്കകത്താ കേട്ടോ പനനങ്കും വെള്ളവും കൂടെ തരുന്നേ. ഞാൻ ഒന്ന് ചിരണ്ടി ഇടുക. ആകപ്പാടെ ഇച്ചിരി ഉള്ളു, പക്ഷെ അതിനകത്ത് അത്യാവശ്യം ന്യായമായിട്ട് ഇതുണ്ട്. ന്യായമായിട്ട് തേങ്ങ ഉണ്ട് അതിനകത്ത്. ഇതാ സാധനം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആണോ? ഒരെണ്ണം കൂടെ വേണം കൂട്ടാ. നമ്മുടെ KSRTC വേണാട്. ഇതിങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പം തന്നെ നമ്മുടെ KSRTC വരുന്നു വേണാട് KL 15 1698. ചേട്ടൻ്റെ രഹസ്യം അറക്കാത്ത വെച്ചിരിക്കുന്നത്. നൈസല്ലേ? മാഷിനോട് ചോദിക്കുമ്പോൾ ഇത് കുടിക്കട്ടെ, നീ കുടിച്ചോടാ, അത് കഴിഞ്ഞേ ഞാൻ അവനെ അതിനകത്ത് നിറക്കണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ വെള്ളമുണ്ട്. ചേട്ടന് ഗൂഗിൾ പേയും ATM ഒക്കെ ഉണ്ട് നോക്കാം. അതുപോലെ കൽക്കണ്ട ഇരിപ്പുണ്ട്, കരിപ്പട്ടി ഇരിപ്പുണ്ട്. ജോഷു ഇത് തന്നെയാടാ? ഇതന്നെ ഇത് ഉണ്ടോ? ഇതൊരു ടൈപ്പ് ഓഫ് തേങ്ങായടാ, പനയുടെ തേങ്ങായ കേട്ടോ. പന നുങ്കെന്ന് പറയുന്നത്. അതതിൻ്റെ ജ്യൂസാ. അതവിടെ ഇരുന്നോട്ടെ കൊച്ചു, വഴി നീ മാറുന്നു കേട്ടോ. ഇവിടെ വന്നു വെച്ച് ഈ ചേട്ടൻ്റെ അടുത്ത് ഇവിടെ വന്നു. മാഷാണ് കുടിക്കാൻ പോവാ. ഗ്ലാസും മേടിക്കണ്ട, ഗ്ലാസും മേടിക്കണ്ട. വെള്ളം ഒഴിച്ചൊരു മാഷ വെയിറ്റ് ചെയ്യും. ചെറുതായിട്ട് ചേട്ടന് ഓർമ്മയോടെ കിട്ടുന്നുണ്ട്. തരുന്നേ ഈ റൂട്ടിൽ നിൽക്കും മുഴുവൻ പുളിമരങ്ങളാണ് ഒരു സൈഡില്. നല്ല തണലും നല്ല തണുപ്പും ഒക്കെ ഉള്ള. പക്ഷെ ഇങ്ങനെ വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അപ്പുറത്തെ തെങ്ങുന്തോട്ടത്തിനകത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുക. പക്ഷെ ഇവിടെ മുഴുവൻ വേസ്റ്റാണ്, പ്ലാസ്റ്റിക്കും ഉള്ള വേസ്റ്റ് എല്ലാം ഉണ്ട്. അതെല്ലാം ഇതിനകത്ത് കിടക്കുക. എടാ അത് യക്കി വാട്ടർ കേട്ടോ, അങ്ങ് ഇറങ്ങിക്കല്ലേ. അത് വാട്ടർ കയറി കിടക്കുന്നടാ, ഉള്ള വേസ്റ്റ് എല്ലാം കൂടെ അതിനകത്ത് കിടക്കുന്ന. അങ്ങനെ കരിമ്പനയുടെ കരിക്കും തേങ്ങായും വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് കരിമ്പനയുടെ കൽക്കണ്ടമൊക്കെ മേടിച്ചോണ്ട് ഞങ്ങളിങ്ങനെ പോരുവാ. പോരുന്ന വഴിക്ക് ഇത് മാനിപ്പട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ബിഗ് മൗണ്ടൻ നമുക്ക് കയറാം. നമ്മൾ ആ മൗണ്ടൻ കയറിയിട്ട് നമ്മൾ മറ്റേ മൂന്നാറിന് പോകുന്നു കേട്ടോ. ആ ബിഗ് മൗണ്ടൻ കയറിയാ നമ്മൾ മൂന്നാറിന് പോകുന്നത്.
സഖ്യപർവ്വം. സഖ്യപർവ്വം എന്നാണ് അതിന്റെ പേര്. സഖ്യപർവ്വം ഈ മറ്റേ ഇവിടെ നമ്മള് അവിടെ മുതൽ നമ്മുടെ ഇങ്ങോട്ട് വരുന്നില്ല, കൊല്ലം ആ ഭാഗം മുതൽ പാലക്കാട് വരെയും വരുന്ന സഖ്യപർവ്വമാണ്. അല്ലേ ആനമുടിയൊക്കെ. ഓക്കെ. കേരള പറഞ്ഞു നമ്മള് ഇല്ലേ നേരത്തെ നമ്മൾ സൂം 3 എടുത്തു. ശരീരം തിന്നോ കേട്ടോ, നോക്കല്ലേ എത്ര പെട്ടെന്ന് ഓർമ്മ പോയോ ചോറിനും കയ്യിലും പിടിച്ച് പോവുക. കാരണം ഇപ്പം അവൻ വിടുന്നതിന് വണ്ടിയുടെ മരത്തിന്റെ മണ്ട കയറിയിരുന്നു. എത്ര സമർത്ഥമായിട്ടല്ലേ ചേട്ടനാണ് കണ്ടി. ഞാൻ പടുത്ത് തക്കാളിക്ക് എടുത്ത് കയറും. ചടി ചടയെന്ന് എടുത്ത് കഴിഞ്ഞു എടുക്കുന്നുണ്ടോന്ന് പറഞ്ഞ കയ്യിലും അതും കുഞ്ഞു പറഞ്ഞ ഉണ്ടല്ലേ കഴുത്തേലും കിടന്നല്ലേ അതേന്ന് മാഷേ, നമ്മളന്ന് ചെയ്തില്ലേ, നമ്മളന്ന് വന്ന അതേ റൂട്ട് ഒരു പ്രാവശ്യം ഞാൻ സെബിനുമായിട്ട് വന്നു. സൈനിക് കോച്ചിങ് സെന്റർ വിവേകാനന്ദ സൈനിക് സ്കൂൾ അമരാവതി നഗർ. ഓക്കെ, അതിനകത്ത് പ്ലെയിൻ ഒക്കെ ഉണ്ടല്ലോ, ടാങ്ക് ഒക്കെ ഉണ്ട്. പ്ലെയിൻ ഇരിക്കുന്നത് അതിനകത്ത്, ഫൈറ്റർ ജെറ്റ് ഇരിക്കുന്നു. ആ ഇതാണ് അപ്പൊ അമരാവതി ഡാം ഇവിടെയാ. അമരാവതി ഡാമിൽ കയറി കഴിഞ്ഞാൽ ബോട്ടിംഗ് കണ്ടോ? ജോഷുവാക്ക് ഇങ്ങനെ നോക്കിയാൽ കണ്ടാ മതി കേട്ടോ. അല്ല ഗ്ലാസ് താത്തിയിട്ട് കാണണ്ട. ആരാ കാവൽക്കാര്? കാവൽക്കാര് ഒന്നുകിൽ BSF അല്ലെങ്കിൽ മിലിറ്ററിക്കാര്. അപ്പോൾ ഞങ്ങൾ അമരാവതി ഡാമും മുതലപ്പാർക്കും ഒക്കെ ഒന്ന് കാണാമെന്ന് ഓർത്ത് ഇങ്ങോട്ട് വന്നതാണ്. ഇതാണ് അമരാവതി ഡാം. ഞാൻ ഈ അമരാവതി ഡാമിൻ്റെയും മുതലപ്പാർക്കിൻ്റെയും കൂടെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പം ഞങ്ങളിവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് മുതലപ്പാർക്കിലൊക്കെ പോയി മുതലകളെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മൂന്നാറിന് ഉള്ള വഴിയിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ആനമല ടൈഗർ റിസർവിലോട്ടുള്ള എൻട്രി പോയിന്റ്. ഇവിടെ ഇവരുടെ ചെക്ക് പോസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ. ഇത് ഉദുമൽപേട്ട നിങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഉള്ള ഇതാണ്. ഇനിയിപ്പോൾ കാട്ടിലോട്ട് നമ്മൾ കയറുക ആനമല ടൈഗർ റിസർവിലോട്ട്. ഇതിനകത്തും മൃഗങ്ങളെയൊക്കെ കാണാൻ സാധ്യതയുള്ളൊരു വഴിയാണ്. ഞാനും സെബിനും മാഷും ഒക്കെ ബൈക്കിൽ ഇതിലെ ഈ റൂട്ടിൽ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. നല്ല രസമുള്ളൊരു ഡ്രൈവായിരുന്നു കേട്ടോ. അപ്പോൾ വന്നത് 2012, 2011, 2013 ആ ഒരു സമയത്തൊക്കെയാണ് അവിടെ വന്നത്. കുഴങ്ങി ഞാൻ ഓടിക്കുക. പത്ത് 13 വർഷം മുമ്പാണ്. ഇഷ്ടംപോലെ കുരങ്ങുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ആ സമയത്ത് ആനയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വന്ന സമയത്ത് ആനയും അങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ, മയില്, അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു. ഇപ്പം കിട്ടുമോയെന്നറിയത്തില്ല. ഒത്തിരി ഇവിടെ കാട്ടിൽ ഒത്തിരി മഴ പെയ്തുകൊണ്ട് വെള്ളം ഒത്തിരി ഉള്ളതുകൊണ്ട് പച്ചപ്പ് ഭയങ്കര. അതുകൊണ്ട് ഈ മൃഗങ്ങൾ ഈ വഴി സൈഡിലോട്ട് വരുമോയെന്നറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. നല്ല അടിപൊളി ഡ്രൈവാണ് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രൈവാണ്. പക്ഷേ ഇപ്രാവശ്യം ഒത്തിരി ചെടികളാണ്, ഒത്തിരി മരങ്ങളാണ് ഈ റോഡിനോട് ചുറ്റും. ഞാൻ വണ്ടിയും താഴെ നല്ലൊരു പൈസ മേടിച്ചിട്ട് വരത്തുള്ളൂ. ഹെൽമെറ്റ് ഊരി വെച്ചിട്ടില്ല, പോക്കറ്റ് ഇട്ടുണ്ടില്ല. റൂംസ് അവൈലബിൾ. ഇതന്നെ വണ്ടി അത് ടാറ്റ സഫാരി. സഫാരി അല്ല, ടാറ്റ പിക്കപ്പ്. അപ്പോൾ നമ്മൾ മറയൂരിനോട് അടുത്തോണ്ടിരിക്കുവോ കേട്ടോ. പയ്യെ വൈകുന്നേരമായി തുടങ്ങി. ഇവിടെ എല്ലാം നല്ല അത്യാവശ്യം മഴയെല്ലാം പെയ്തിട്ടുണ്ട്. നോക്കി ആ മലയിലോട്ടെല്ലാം നോക്കി, അവിടെ എല്ലാം വെള്ളം ഒഴുകി വരുന്നുണ്ട്. അവിടെ എല്ലാം ഉറവയായെന്ന് തോന്നുന്നു ഓൾറെഡി. പോരുന്ന വഴിക്ക് ഒരു പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബെൽറ്റൊക്കെ ഇട്ട് ഫ്രണ്ട് ഇരുന്നതാണ്. കൈ കെട്ടിയിരുന്നുകൊണ്ട് പോലീസുകാരനോട് പറഞ്ഞു ബെൽറ്റൊക്കെ ഇട്ട് ഇരിക്കണം കേട്ടോ.
ഞാൻ കയ്യും കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനത്തെ ടൈപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ വേണ്ട മുന്നോട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മുടെ ചന്ദനക്കാടുകളൊക്കെ ഇതൊക്കെ ചന്ദനക്കാടാണ് കേട്ടോ ഇത്. ചന്ദനക്കാടുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് മൂന്നാർ എത്തണം. അത് ഇനിയിപ്പോൾ ഒരു 10-50 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇത് മറയൂർ ഏകദേശമായി. ഇവിടുന്ന് ഇനിയിപ്പോൾ 1 മണിക്കൂറോളം എടുക്കും മൂന്നാർ ചെല്ലാൻ. ഇതിനകത്തൂടെ ഫോറസ്റ്റ് വാർഡന്മാരൊക്കെ നടന്നു പോകുന്നുണ്ട്. അവർക്ക് എന്നാ വിശ്വസിച്ചായിരിക്കുമല്ലോ, ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യുമായിരിക്കും. നമ്മളങ്ങനെ മൂന്നാറിനോട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇരുട്ടായി തുടങ്ങി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ മൂന്നാർ എത്തുമ്പോഴത്തേക്കും രാത്രിയാവും. നമ്മൾ ഉദ്ദേശിച്ച പോലെ എത്താൻ പറ്റിയില്ല. ഇച്ചിരി നമ്മൾ ഉദ്ദേശിച്ച സ്പീഡിലെത്താൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പ്രത്യേകിച്ച് ടാർഗറ്റുകളൊന്നുമില്ല. അപ്പം തന്നെ ഞങ്ങൾ തന്നെ ഇവിടെ മൂന്നാറിലെത്തി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായി. മൂന്നാർ ടൗണിൽ കൂടെയുള്ള ഒരു ചെറിയ ഡ്രൈവാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിൽക്കുന്നൊന്നുമില്ല, നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ചായപ്പൊടിയൊക്കെ മേടിക്കണം. മൂന്നാർ വരെ വന്നിട്ട് ചായപ്പൊടിയൊന്നും മേടിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പം അത് മാത്രമല്ല ഇച്ചിരി ഫുഡും കഴിക്കണം. അപ്പോൾ അതിനൊക്കെ പറ്റിയ കടകളുണ്ടോ എന്ന് നോക്കുവാണ്. ഇപ്പം പയ്യെ കടകളൊക്കെ നോക്കി ഇങ്ങനെ വരുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല, രാത്രി ആയതുകൊണ്ടായിരിക്കും കേട്ടോ മൂന്നാർ ടൗണിൽ. അപ്പോൾ ഇവിടെ കണ്ണൻദേവൻ്റെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഒറിജിനൽ ചായപ്പൊടി കിട്ടും എന്നൊരു വിശ്വാസമുണ്ട്. അത് നോക്കി ഇങ്ങനെ വരിക. വണ്ടികൾ മഴ ആയതുകൊണ്ടായിരിക്കും വളരെ സ്ലോയിലാണ് പോകുന്നത്. ശർക്കരയും പർച്ചേസ് കഴിഞ്ഞു. നമ്മൾ ആ ഫ്രണ്ടിൽ പോകുന്ന ബൈക്ക് കാരണമൊന്നും കാണിയല്ല. പക്ഷെ കോട ഉണ്ടോ? പക്ഷെ ഒത്തിരി കോട ഇല്ല. ഇവിടെ എവിടെയോ മറ്റേ KSRTC ബസ് കിടന്നിറങ്ങാനുള്ള സൗകര്യം ഇല്ല. ഇതല്ലേ ബസ് സ്റ്റാൻഡ്? ബസ്സാണ്. ആ ബസ്സിനകത്ത് ആ ഒരു ബസ്സാണോ 2 ബസ്സാണോ അവിടെ? 2 AC. മൂന്നാറിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും നല്ലപോലെ രാത്രിയായി. അടിമാലിക്ക് മുമ്പ് ഞങ്ങളൊരു സ്ഥലത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വിട്ടുപോന്നു. നല്ല മഴയുണ്ടായിരുന്നു, നല്ല കോടയായിരുന്നു. ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പയ്യെ വീട്ടിലെത്തി. എന്നാലും നല്ല അടിപൊളി യാത്രയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് ഒരു ഓർമ്മ പുതുക്കലൂടെയായിരുന്നു ബൈക്കിൽ ഞങ്ങൾ പോയ ട്രിപ്പുകൾ. ഞാനും മാഷും ഇവിടെ പോയിട്ടുണ്ട്, ഞാനും സെബിനൂടെ പോയിട്ടുണ്ട്. അപ്പം ജോഷുവാനെ ആ വഴികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ പോയതാണ്. ഒരു ഫുൾ ഡേ ട്രിപ്പ്. പ്രത്യേകിച്ച് ആകെപ്പാടെ ഞങ്ങൾ ഇറങ്ങിയത് അമരാവതി എന്ന് പറഞ്ഞ ഡാമിലും നമ്മുടെ മുതല പാർക്കിലുമൊക്കെയാണ്. അല്ലാതെ ഒരു സ്ഥലത്തും കാര്യമായിട്ടൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല. മൂന്നാറിലൊന്നും ഇറങ്ങിയില്ല. മൂന്നാറിലൊക്കെ നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലമല്ലേ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക, എക്സ്പീരിയൻസ് ജോഷുവാനെ കൂടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. ഒരു അടിപൊളി ഒരു ദിവസമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു, ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു, ജോഷുവ ഉൾപ്പെടെ. അപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നു.